மாறுன்னு சொல்லிட்டேன். ஆனால் விஜய் அண்ணன் கேட்டதே இல்லை. என் நெஞ்சில் குடியிருக்கும் അൻപാർന്ന രസികർകളെ ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞു എന്ന് എനിക്കറിയാം. നമ്മുടെ വിജയണ്ണനെതിരെ വിജയണ്ണൻ്റെ വൈഫ് സംഗീത വിവാഹമോചന ഹർജി ഫയൽ ചെയ്തിരിക്കുകയാണ്. പലർക്കുമുള്ള സംശയം വിജയുടെ യഥാർത്ഥ പേര് ജോസഫ് വിജയ് ചന്ദ്രശേഖർ എന്നാണ്. പുള്ളി ക്രിസ്ത്യാനിയാണ്. ഈ സംഗീത എന്ന് പറയുന്നത് ഹിന്ദു വിഭാഗത്തിൽപ്പെടുന്ന ഒരു പെൺകുട്ടിയാണ്. വിവാഹമോചന ഹർജി എങ്ങനെ ഫയൽ ചെയ്യും? കാരണം ഹിന്ദുക്കൾക്ക് പ്രത്യേക വിവാഹമോചന നിയമമാണ്, മുസ്ലിങ്ങൾക്ക് വേറൊരു വിവാഹമോചന നിയമമാണ്, ക്രിസ്ത്യാനികൾക്ക് വേറൊരു നിയമമാണ്. അങ്ങനെയാണെങ്കിൽ സംഗീത മാഡം ഫയൽ ചെയ്തത് ഏത് വകുപ്പിലായിരിക്കും? സ്പെഷ്യൽ മാരേജ് ആക്ട്. അതായത് ഏത് വിഭാഗക്കാർക്കും പരസ്പരം കല്യാണം കഴിക്കുന്നെങ്കിൽ ഈ സ്പെഷ്യൽ മാരേജ് ആക്ട് വഴി വിവാഹം രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ അതിൽ തന്നെ വിവാഹമോചനത്തിനുള്ള പ്രൊവിഷനും ഉണ്ട്. വിജയണ്ണനെതിരെ ഏതൊക്കെ വകുപ്പുകളാണ് സംഗീത മാഡം ഫയൽ ചെയ്തതെന്നറിയാൻ നിങ്ങൾക്കൊരു താല്പര്യം കാണും. അത്യാവശ്യം ഗുരുതരമായ എല്ലാ വകുപ്പുകളും സംഗീത ചേച്ചി അതിനകത്ത് വെച്ചിട്ടുണ്ട്. മെയിനായിട്ടുള്ളത് അഡൾട്ടറി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ആ വേറൊരു സ്ത്രീയുമായിട്ടൊക്കെയുള്ള കുൽസിത പ്രവൃത്തി ഈ ചേച്ചി കണ്ടുപിടിച്ചു. 2011 കണ്ടുപിടിച്ചത്. അപ്പോൾ വിജയണ്ണൻ്റെ അടുത്ത് പറഞ്ഞു, അണ്ണാ ഞാൻ മന്നിക്കവേ മാട്ട, നീ മാറുന്ന് சொல்லிட்டேன். എന്നാൽ വിജയണ്ണൻ കേട്ടതേ ഇല്ല. വിജയണ്ണൻ പറഞ്ഞു, ഞാൻ മാറിക്കോളാം. മാറാന്ന് പറഞ്ഞ് 2025 മാറാത്തത് കൊണ്ടാണ് ചേച്ചി ഇപ്പോൾ വിവാഹമോചന ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. ആ നടി ഏതാണെന്ന് വിവാഹമോചന ഹർജിയിൽ പറഞ്ഞിട്ടില്ല. ഏതാണെന്നാ പോടാ, ഇനി അണ്ണൻ്റെ വായിന്ന് കേട്ടിട്ട് വേണം നിനക്കൊക്കെ ചോദിക്കുക. അങ്ങനെ ഇപ്പോൾ വേണമെങ്കിൽ കണ്ടുപിടിച്ചോ. ഇനി വേണമെങ്കിൽ പെറ്റീഷനിൽ അവരുടെ പേരും കൂടി ഫയൽ ചെയ്യുമെന്ന് സംഗീത മാഡം പറഞ്ഞിട്ടുണ്ട്. അത് ഇനി വരുന്ന ദിവസങ്ങളിൽ കാണാൻ എന്താണ് സംഭവിക്കുന്നതെന്ന്. ഇത് കൂടാതെ ഡെസർഷൻ എന്ന് പറഞ്ഞിട്ടൊരു വകുപ്പും കൂടി ഇട്ടിട്ടുണ്ട്. അതായത് ഏകദേശം 7 വർഷത്തിൽ കൂടുതൽ ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾ നിലനിൽക്കുന്നില്ലെങ്കിൽ ഇടുന്ന ഒരു വകുപ്പാണ് ഡെസർഷൻ. ഇവർ തമ്മിൽ ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. ഇപ്പോഴും സംഗീത മാഡം മാറിപ്പോയിട്ടൊന്നുമില്ല. എന്നാലും ഭാര്യ ഭർത്തൃ ബന്ധം അതിനകത്ത് ഇല്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. അതും ഒരു ഗ്രൗണ്ടായിട്ട് വെച്ചിട്ടുണ്ട്. ഈ കേസ് തീരുന്നത് വരെയുള്ള ലീഗൽ ചെലവുകളും അല്ലാതെയുള്ള ചെലവുകളും വിജയണ്ണൻ കേസ് തീരുന്നവരെ കൊടുക്കണമെന്നും, കേസ് തീർന്നു കഴിഞ്ഞാലും വിജയണ്ണൻ്റെ കൂടെ എത്രയും കാലം എങ്ങനെയാണോ, ഏത് ആഡംബരത്തിലാണോ, ഏത് രീതിയിലാണോ താമസിച്ചത് അത് അലുമിനിയായിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അതൊരു കോമ്പൻസേഷനായിട്ട് കൊടുക്കണം എന്നുകൂടി ഈ ഹർജിയിൽ പറയുന്നുണ്ട്. പ്രധാനപ്പെട്ട കാര്യം, വിജയണ്ണൻ ഇതുവരെയും ഇതിനെതിരെ ഒരു വക്കാലത്ത് ഫയൽ ചെയ്യുകയോ ഒബ്ജക്ഷനൊന്നും ഫയൽ ചെയ്യുകയോ ചെയ്തിട്ടില്ല. ഇനി വരുന്ന മെയ് മാസമാണ് ഈ കേസ് ഇരിക്കുന്നത്. അന്ന് അണ്ണൻ രംഗത്തിറങ്ങുമോ ഇല്ലയോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരെ സന്ധിക്കും വരയ്ക്കും വണക്കം.